അവിടുന്ന് നൽകിയ എല്ലാ നന്മകൾക്കായി, ഈ സ്ഥാപനത്തിൽ ലഭിച്ച വളർച്ചയ്ക്കായി, പ്രിയപ്പെട്ട സാറിന് ലഭിച്ച നേട്ടങ്ങൾക്കായി, അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തുടർന്നുള്ള നാളുകളിലും നല്ല നേതൃത്വത്തിനുള്ള കൃപ ദൈവം കൊടുക്കണമേ. ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ആരാധന അവിടുന്ന് ഏറ്റെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. ഒന്ന്, നമ്മുടെ മെഡിക്കൽ കോളേജിന് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് ലഭിച്ച് 24 വർഷം കഴിഞ്ഞ് 25ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. 2, നമ്മുടെ ഡയറക്ടർ വേൾഡ് റെക്കോർഡ് ഭേദിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. 3, അത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ കൂടെയാണ്. മൂന്നിരട്ടി മധുരമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഏതായാലും അത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്ന്, പ്രിയപ്പെട്ട ഡയറക്ടർ സാർ ചില വാക്കുകൾ സംസാരിക്കും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് ദൈവം നൽകിയെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വെള്ളിയാഴ്ച വിസ വന്നു. ശനിയാഴ്ച ടിക്കറ്റും എടുത്ത് ഞാൻ ക്രൊയേഷ്യ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്തേക്ക് പോയി. മത്സരങ്ങളും അവിടുത്തെ പ്രോഗ്രാമും ശനിയാഴ്ച തുടങ്ങി. ഏകദേശം 30 മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ ആ സ്ഥലത്തെത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഇവൻ്റായ 100 മീറ്ററിനുള്ള എല്ലാവരും റെഡിയായി നിൽക്കും. സകലതും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചും കൊണ്ട് 100 മീറ്റർ ഓട്ടത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചെന്ന് നിൽക്കുമ്പോൾ ഫസ്റ്റ് പ്ലേസ് കിട്ടണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ അത്ര ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു വിസിലടിക്കുന്നതിന് മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഓടാം. നെർവസായി, ടെൻഷനായി. അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവരും ഓടിക്കഴിഞ്ഞിട്ട് ഞാൻ ഓടാൻ തുടങ്ങിയില്ല. പക്ഷേ ഫിനിഷിംഗ് ലൈനിലെത്തുമ്പോൾ 2ാം സ്ഥാനത്ത് എത്തി. 2ാമത്തെ ദിവസം 400 മീറ്റർ ഓട്ടമായിരുന്നു. 10 ട്രാക്കാണ്. 2 ഹീറ്റ്സും 2 ട്രയൽ റണ്ണുണ്ട്. അപ്പോൾ ഏകദേശം 18 പേര് 46 രാജ്യങ്ങളിൽ നിന്നായിട്ട് 65-69 വയസ്സുള്ള കാറ്റഗറിയിൽ നിൽപ്പുണ്ട്. മത്സരം തുടങ്ങി. ഇതിന് ഫൗൾ സ്റ്റാർട്ട് വരരുതെന്ന് ആഗ്രഹമുണ്ട്. നിന്നു. ഏതായാലും ഫൗൾ സ്റ്റാർട്ട് സംഭവിച്ചില്ല. 72 സെക്കൻഡ് കൊണ്ട് ഓടിത്തീർക്കുവാൻ സാധിച്ചത് എനിക്ക് തന്നെ വിശ്വാസമായില്ല. ദൈവം നൽകിയ ഒരു കരുത്ത്, ദൈവം നൽകിയ ബലവും ഊർജവും മാത്രമായിരുന്നു. ഞാൻ ഓടിയെത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ അങ്ങനെ വരുന്നതേ ഉള്ളൂ 2ാമത്തെ ആൾക്കാർ. വളരെ സന്തോഷം തോന്നി. പിറ്റേ ദിവസം 2 ഇവൻ്റുണ്ട്. 200 മീറ്ററും ഹൈ ജമ്പും. അതായത് 3-4 ചാട്ടം ചാടിയിട്ട് ഞാൻ മതിയാക്കി. പതുക്കെ ഇനി ചാടിയ കുഴപ്പമാണ്, 200 മീറ്ററിനൊരു കൈ നോക്കാമെന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് 3ാം സ്ഥാനം കിട്ടിയത്. അപ്പം ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു കൃപ തന്നെയായിരുന്നു. 200 മീറ്ററിന് അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്നു. എല്ലാവരും സ്റ്റാർട്ടിംഗ് ബ്ലോക്കുകളും വെച്ച് റെഡിയായി നിൽക്കുന്നു. ഞാൻ മാത്രമുണ്ട് സ്റ്റാർട്ടിംഗ് ബ്ലോക്കൊന്നും ഇല്ലാതെ നിൽക്കുന്നു. മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചു, ദൈവമേ, 100-ന് ഫസ്റ്റ് കിട്ടിയ ആൾ എൻ്റെ മുമ്പിൽ നിൽക്കണം, എന്നാലേ എനിക്ക് വാശി വരത്തുള്ളൂ അങ്ങേരുടെ കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ലോഡ്സ് ഇട്ട് ട്രാക്ക് എടുത്തപ്പോൾ അങ്ങേരെൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം വിസിൽ അവർ ഈ ഗണ്ണിലാണ്. അപ്പോൾ ആ വെടിവെച്ചതും അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം മുമ്പിൽ പുള്ളിയുണ്ട്. ഏതായാലും 50 മീറ്റർ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിച്ചു. ട്രാക്കിൻ്റെ ഇത് നോക്കുമ്പോൾ അദ്ദേഹം ഫ്രണ്ടിലും ഞാൻ ബാക്കിലുമാണ്. എനിക്ക് ഇന്നറും അദ്ദേഹത്തിന് ഔട്ടറും ആയപ്പോൾ എനിക്ക് വളരെ ഫ്രണ്ടിൽ കയറാൻ പറ്റി. പുള്ളി ഓട്ടം നിർത്തി.
ഞാൻ വിട്ടങ്ങ് പോവുകയും ചെയ്തു. 30 സെക്കൻഡ് കൊണ്ട് നാസിക്കിൽ ഞാൻ ഓടിയത് 36 സെക്കൻഡായിരുന്നു. 30 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ ഓട്ടം വളരെ ഭംഗിയായിട്ട് വളരെ തൃപ്തികരമായിട്ട് തീർക്കുവാനും സാധിച്ചു. അത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു സമയവും ആ മീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെക്കോർഡുമായി. അത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്നും ആ സമയത്തിന് എനിക്ക് ഓടി തീർക്കുവാൻ സാധിച്ചു എന്നുള്ളത്.